ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ റെസനേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ എന്തു റിസ്ക്കും എടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ എന്തു തന്നെ വന്നാലും അതിനെതിരെ പോരാടി വിജയിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതായത് എവിടെയും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു എനർജിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ലായ്മ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് ജീവിതത്തിൽ എന്തൊക്കെയോ നല്ലത് സംഭവിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞ് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും അനുഭവയോഗ്യമാകുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത്. മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. മാത്രമല്ല എന്തു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും അവിടെയെല്ലാം തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. സാമ്പത്തികപരമായി ഒരുപാട് റിസ്ക് എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി ഒരുപാട് നിങ്ങൾ പോരാടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരിടത്ത് നിന്നും നിങ്ങൾ ഒന്നേന്ന് തുടങ്ങി വളരെ റിസ്ക് എടുത്ത് ഒരു വിജയത്തിലെത്തിച്ച അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തിയ വ്യക്തികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നുമുള്ള സ്നേഹം, അനുകൂലമായ നിലപാടുകൾ, ഇവയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചതല്ല. നിങ്ങളിത് ഒരുപാട് നാളുകളായിട്ട് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ വേർതിരിവില്ലാതെ സ്നേഹിക്കാനും വളരെയേറെ അനുകമ്പയുമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമ തന്നെയാണ് നിങ്ങൾ. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെയുള്ളൊരു വേദനയാകാം. ലൈഫിൽ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇന്നർ സോൾ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളിൽ അത്രത്തോളം ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങൾ ഒട്ടും മെച്വേർഡ് ആയിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. എന്താ പറയുക, ഒരു തൊട്ടാവാടിയെ പോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. ആരെന്തു പറഞ്ഞാലും അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കാതെ നിങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ എല്ലാം സഹിച്ചും ക്ഷമിച്ചും വളരെ ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്.
പല നെഗറ്റീവ് തോട്ട്സും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതായത് ജീവിതം തന്നെ മടുത്തു നിൽക്കുന്ന അവസ്ഥ. കാരണം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഭൂരിഭാഗവും അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് അവിടെ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ വിഷമങ്ങൾക്ക്, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾക്ക്, ഇതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷവും സമൃദ്ധിയും കടന്നു വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്കൊരു അബണ്ടൻസ് കടന്നു വരാൻ പോകുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിജയിക്കാൻ പോകുന്നു. അതായത് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ വലിയൊരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതിലേക്കൊരു കാൽവെപ്പ് നിങ്ങൾ വെച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കാം നേരിട്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അനുഭവിക്കണമെന്ന് നിങ്ങളുടെ തലയിൽ എഴുതി വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റിൻ്റെ ഫലമായിരിക്കാം. അപ്പോൾ അതാവാം ഒരു നെഗറ്റീവ് എനർജിയുടെ രൂപത്തിൽ നിങ്ങളെ ഇതുവരെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ആ ഒരു കർമ്മ നിങ്ങളെ വിട്ടു മാറുകയാണ്, കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും നിങ്ങൾ നേരിടേണ്ടതായി വന്ന തടസ്സങ്ങളെല്ലാം നിങ്ങളെ വിട്ട് നീങ്ങുകയാണ്. ആ ഒരു കർമ്മ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനാണ് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. നിങ്ങൾ കുറച്ച് കർമ്മ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ആ ഒരു കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡായി തീർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമൃദ്ധിയുമാണ് കടന്നു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെയും ഫൈറ്റ് ചെയ്ത് വന്നത് എന്തിനാണോ, ആ ഫൈറ്റ് ചെയ്ത് വന്നതിന് നിങ്ങൾക്ക് അർഹമായ അംഗീകാരവും വിജയവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ വിശ്വാസത്തെ ആ ഒരു പ്രപഞ്ചശക്തി ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ട് തന്നെ തിങ്ക് ചെയ്തിരിക്കുക. ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അതിപ്പോൾ എല്ലാ രീതിയിലുമാകാം. ചിലർക്ക് ഇതൊരു ജോലിയായിട്ടായിരിക്കാം ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം നോക്കുന്നവർക്ക് അത്തരത്തിൽ പുതിയ ജീവിതം നിങ്ങളിലേക്ക് വരും. അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത്തരത്തിലൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്.
നിങ്ങളിലേക്ക് ഒരു വിജയം തന്നെ വരാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന മറ്റൊരു സന്ദേശം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചതായി കാണുന്നുണ്ട്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓരോരോ ഓർമ്മകൾ അവരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ട് ഒരു ജീവിതത്തെക്കുറിച്ചിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോലും യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത്. അതിനാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കില്ല. അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ അനുഭവിക്കേണ്ടതായ കുറച്ച് ബാഡ് കർമ്മ ഇവിടെ എൻഡാകുന്നതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ആ ഒരു റിസ്കിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് കർമ്മ ഇവിടെ അവസാനിക്കുന്നതോടുകൂടി തന്നെ ഒരു വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിന് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.